ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മഹാഭാരതം എന്ന ഐതിഹാസികമായിട്ടുള്ള ഈ ഒരു കാവ്യത്തില് സാക്ഷാൽ ഗാണ്ഡീവധാരിയായിട്ടുള്ള സവ്യസാചിയായിട്ടുള്ള മഹാരഥന്മാരിൽ മഹാരഥനായിട്ടുള്ള ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനന്റെ അതികഠോരമായ പ്രതികാരത്തിന് ഇരയായി തീർന്ന പഞ്ചപാണ്ഡവരുടെ പത്നിയായ ദ്രൗപദി എന്ന പാഞ്ചാലിയെ അപഹരിക്കുവാൻ ശ്രമിച്ച ഭീമനാലും അർജുനനാലും അപമാനിതനായ തന്റെ കഠിനമായ തപസ് മൂലം സാക്ഷാൽ പരമേശ്വരനിൽ നിന്ന് പോലും പാണ്ഡവരെ എതിർക്കുവാൻ വരം ലഭിച്ച കാടുകേറിയ ഒറ്റയാനെ പോലെ യുദ്ധം ചെയ്ത സാക്ഷാൽ അഭിമന്യുവിന്റെ മരണത്തിന് കാരണക്കാരനായ കൗരവരുടെ ഏക സഹോദരിയായ ദുഷള്ളയുടെ പതിയായ സിന്ധുരാജനായ ജയദ്രഥനെ പറ്റിയാണ്. മഹാഭാരതത്തിൽ ജയദ്രഥന് പൊതുവെ 3 നാമങ്ങളാണുള്ളത്. ജയദ്രഥനെന്നും സിന്ധുരാജനെന്നും സൈന്ധവനെന്നുമാണവ. സിന്ധുരാജനും സൈന്ധവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിന്ധുരാജ്യത്തിന്റെ നരേശനായതുകൊണ്ടാണ്. മഹാഭാരതം എന്ന ഐതിഹാസികമായ കൃതിയുടെ ഏതൊരു വിവർത്തനം എടുത്തു നോക്കിയാലും സിന്ധുരാജനായ ജയദ്രഥനെ 2 പ്രധാന വൈറ്റൽ പോയിന്റ്സ് ആണ് എൻ്റയർ മഹാഭാരതത്തിലുള്ളത്. 1, ദ അബ്ഡക്ഷൻ ഓഫ് ദ്രൗപദി, അതെ, ദ്രൗപദിയുടെ അപഹരണം. 2, ഡെത്ത് ഓഫ് അഭിമന്യു, അഭിമന്യു എന്ന ആ ഒരു മഹാരഥന്റെ മരണത്തിന് കാരണമായ കേന്ദ്ര കഥാപാത്രം. ഈ 2 സംഭവ വികാസങ്ങളിലൂടെയാണ് മഹാഭാരതത്തിൽ ജയദ്രഥനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ വരുന്നത്. ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധ് എന്ന് പറയുന്ന ആ ഒരു ദേശം, അതിൻ്റെ അധിപനായിരുന്നു ജയദ്രഥൻ. അതുകൂടാതെ കൗരവരുടെ ഏക സഹോദരിയായിട്ടുള്ള ദുഷള്ളയുടെ പതി അഥവാ ഭർത്താവും ഈ ജയദ്രഥൻ തന്നെയായിരുന്നു. ദുര്യോധനന്റെ അടുത്തൊരു മിത്രം തന്നെയായിരുന്നു ഈ സിന്ധുരാജൻ. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വൃത്താക്ഷത്രൻ എന്നായിരുന്നു. ഇദ്ദേഹം ജയദ്രഥന് ഒരു വരം നൽകുകയുണ്ടായി. അതിങ്ങനെയാണ്: തൻ്റെ മകന്റെ ശിരസ് ആര് കാരണമാണോ ഈ ഭൂമിയിൽ പതിക്കുന്നത്, അവര് ആ നിമിഷം തന്നെ ഭസ്മമായി പോകട്ടെ എന്നായിരുന്നു ആ ഒരു വരം. ഇത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ശത്രുക്കളിൽ നിന്ന് ജയദ്രഥനെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പിതാവ് കൊടുത്ത ഒരു വരം തന്നെയായിരുന്നു. എന്നാൽ വിധിയുടെ നിയമപ്രകാരം അത് തനിക്ക് തന്നെ വിനയായി എന്ന് തന്നെ പറയാം. അത് ഞാൻ വരുമ്പോൾ പറയാം, കഥ തുടരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റയർ മഹാഭാരതം ഏത് വിവർത്തനം എടുത്തു നോക്കിയാലും 2 പോർഷൻസിൽ മാത്രമേ ഈ ജയദ്രഥൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. 1 ദ്രൗപദി അപഹരണത്തിലും 2 അഭിമന്യുവിന്റെ മരണത്തിലും. അതിൽ ആദ്യത്തെ സംഭവ വികാസങ്ങൾ നമുക്ക് നോക്കാം. ദ്രൗപദിയുടെ അപഹരണം. മഹാഭാരതം കുരുക്ഷേത്ര യുദ്ധത്തിന് പ്രധാന കാരണമായിരുന്ന ഒരു കളി തന്നെയാണല്ലോ ഈ ചൂതുകളി. ചൂത് കളിച്ച് ഏറ്റവും അവസാനം പാണ്ഡവർക്ക് എല്ലാം നഷ്ടമായി കഴിഞ്ഞിട്ട് ശകുനിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടീഷൻ എന്ന രൂപേണ ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെച്ചു, ഒരു നിബന്ധന അങ്ങോട്ട് വെച്ചു. അതായത് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും. ആ 1 വർഷത്തെ അജ്ഞാതവാസത്തിൽ ഇവരെ ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 12 വർഷം വനവാസം. ഇതായിരുന്നു ആ ഒരു നിബന്ധന അല്ലെങ്കിൽ കണ്ടീഷൻ. ഇതിൽ സമ്മതിച്ച് പാണ്ഡവര് അങ്ങനെ വനവാസത്തിന് പോവുകയാണ്. ഒരിക്കൽ വനവാസ സമയത്ത് നമ്മുടെ ജയദ്രഥൻ സിന്ധു നരേശൻ കാമിക വനത്തിലൂടെ ഇങ്ങനെ പോവുകയുണ്ടായി. ഇതേ കാമിക വനത്തിലായിരുന്നു പാണ്ഡവരുടെ വനവാസവും സ്ഥിരീകരിച്ചിരുന്നത്. അവിടെ വെച്ച് ദ്രൗപദി അല്ലെങ്കിൽ പഞ്ചപാണ്ഡവരും അവിടെ ഉണ്ടെന്ന് സിന്ധുരാജന്റെ കൂടെയുള്ളവർ പറയുന്നത് സിന്ധുരാജന്റെ കേൾക്കുകയുണ്ടായി. സിന്ധുരാജൻ അപ്പോൾ തന്നെ തൻ്റെ ആളുകളെ വിട്ട് അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് വരുവാൻ പറഞ്ഞു. സോ പരിവാരങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിന്ധുരാജൻ ഇങ്ങനെ വരുന്നത്. സോ ഈ അന്വേഷിക്കാൻ വിട്ട ടൈമിൽ പഞ്ചപാണ്ഡവർ ദ്രൗപദിയുടെ കൂടി ഇല്ലായിരുന്നു. സോ ദ്രൗപദി ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. ഇതറിഞ്ഞ സിന്ധു നരേശൻ ദ്രൗപദിയുടെ അടുക്കെത്തി. ദ്രൗപദി ആദ്യം ദുഷള്ളയുടെ ഭർത്താവായിട്ട് മാത്രമേ ജയദ്രഥനെ കണ്ടുള്ളൂ. കൗരവരുടെ സഹോദരനായിട്ടോ പാണ്ഡവരുടെ എതിരാളിയായിട്ടോ ജയദ്രഥനെ ദ്രൗപദി കണ്ടിരുന്നില്ല. ദ്രൗപദി വളരെ സ്നേഹത്തോടെയും ആദരവോടെയും ജയദ്രഥനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തു. എന്നാൽ ജയദ്രഥൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുകയുണ്ടായി: എന്തിനാണ് നീ ഈ പഞ്ചപാണ്ഡവരുടെ കൂടെ ഇവിടെ കിടന്നിങ്ങനെ നരകിക്കുന്നത്? നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിന്റെ ഇത്രയും സുന്ദരമായ ശരീരം കണ്ടിട്ട് എനിക്ക് പിടിച്ചു നിൽക്കുവാനാവുന്നില്ല. നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ദേശത്ത് കഴിയാമെന്ന് പറയുകയുണ്ടായി. തൻ്റെ മനസ്സിലെ ഉദ്ദേശം മനസ്സിലാക്കിയ ദ്രൗപദി ഉടൻ തന്നെ ആട്ടിപ്പായിക്കുകയാണ് നമ്മുടെ ജയദ്രഥനെ. താങ്കൾക്ക് ചേർന്ന രീതിയിലുള്ള സംഭാഷണമല്ല താങ്കൾ ഇപ്പോൾ പറയുന്നതെന്നും ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഒരിക്കലും തങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുതെന്നും ദ്രൗപദി നമ്മുടെ ജയദ്രഥനെ വാൺ ചെയ്യുന്നുണ്ട്.
എന്നിട്ടും ജയദ്രഥന് ഒരു കൂസലുമില്ലാതെ വീണ്ടും വീണ്ടും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ പറയുകയുണ്ടായി. അവസാനം ബലാത്കാരമായി ദ്രൗപദീനെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവൻ്റെ സ്വന്തം രഥത്തിൽ കയറ്റുകയാണ് ജയദ്രഥൻ. അവിടെ നിന്നും ദ്രൗപദി ഇങ്ങനെ നിലവിളിക്കുന്നൊക്കെയുണ്ട്. പഞ്ചപാണ്ഡവരാണെങ്കിൽ ഇപ്പോൾ സ്ഥലത്തില്ലാതാനി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു മഹർഷി അവിടെ ഉണ്ടായിരുന്നു, ധൗമി. ഈ ധൗമ്യ മഹർഷി പഞ്ചപാണ്ഡവരെ വിവരം അറിയിച്ചു. പഞ്ചപാണ്ഡവരിൽ എടുത്തു പറയുകയാണെങ്കിൽ ഭീമനും അർജുനനുമായിരുന്നു അതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത്. ഇവർ രണ്ടുപേരും കൂടെ വളരെ പെട്ടെന്ന് ജയദ്രഥന്റെ രഥം സ്കെച്ച് ചെയ്തിട്ട് ഇവനെ പിടിക്കുവാൻ തയ്യാറാകുകയാണ്. എന്തിനേറെ പറയുന്നു, ജയദ്രഥനെ പിടിക്കുക എന്നുള്ളത് സുനിശ്ചിതമായ കാര്യം തന്നെയായിരുന്നു. ഭീമൻ ജയദ്രഥനെ പിടിച്ച് തലയും കുത്തി ഇങ്ങനെ അലക്കി ഇങ്ങനെ നിർത്തുന്ന ടൈമിൽ അർജുനൻ ദ്രൗപദീനെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു വേളയിൽ നമ്മുടെ ഭീമസേനും അർജുനനും വളരെയധികം ഇങ്ങനെ കലിപ്പിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ജ്യേഷ്ഠൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ അർജുനൻ. സോ ദ്രൗപദി അവിടെ ക്ലിയർ ആയിരുന്നു, ദ്രൗപദിക്ക് ഇവനെ വധിക്കണമെന്ന് തന്നെയായിരുന്നു മൈൻഡിൽ. അത് ദ്രൗപദി പറയുകയും ചെയ്യുന്നുണ്ട്. ദ്രൗപദിയുടെ വാക്കുകൾ കേൾക്കുവാൻ വെയിറ്റ് ചെയ്തിരുന്നത് പോലെയാണ് ഭീമൻ പെരുമാറിയത്. ഭീമൻ ഇങ്ങനെ വാളും എടുത്ത് ഗദയും എടുത്ത് എല്ലാം എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് യുധിഷ്ഠിരൻ പറയുന്നത്, അരുത്, ജയദ്രഥൻ നമ്മുടെ സഹോദരിയായിട്ടുള്ള ദുഷളയുടെ പതിയാണ്. അതായത് ഇവനെ ഇപ്പോൾ വധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുഷള ഒരു വിധവയായി പോകും. അത് നമുക്കൊരിക്കലും സ്വീകാര്യമാകുകയില്ല. യുധിഷ്ഠിരൻ്റെ കാര്യം അറിയാലോ, ധർമ്മപുത്രനാണ്, ധർമ്മം വിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയില്ല. യുധിഷ്ഠിരൻ പറഞ്ഞത് ഭീമനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠൻ പറഞ്ഞത് ശരിയാണ്, ദുഷളയെ ഓർത്ത് മാത്രം ഇത്തവണത്തേക്ക് നമുക്ക് നമ്മുടെ ഈ അളിയനെ അല്ലെങ്കിൽ ജയദ്രഥനെ വിട്ടയക്കാമെന്ന് പറയുകയുണ്ടായി. ഭീമനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് സ്റ്റിൽ ഭീമൻ യുധിഷ്ഠിരൻ്റെ ആ ഒരു വാക്ക് അവിടെ ഇങ്ങനെ പാലിക്കുകയാണ്. സോ ഇതിൽ നമുക്ക് എന്തൊരു റെസ്പെക്റ്റ് ആണ് നമ്മുടെ യുധിഷ്ഠിരന് ഭീമസേനൻ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്തുനിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീമനെങ്ങാനുമായിരുന്നു ഇവരുടെ പ്രഥമ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എങ്കിൽ ഈ കഥ തന്നെ ഒരു വേറെ രീതിയിലായി പോയനെ എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ടിട്ട് അർജുനനും ഭീമനും ജയദ്രഥനെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. വെറുതെ വിടുകയാണെന്നല്ല പറയേണ്ടത്, നല്ല രീതിയിൽ അപമാനിച്ചിട്ടാണ് ഭീമനും അർജുനനും ജയദ്രഥനെ വിടുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് പറയുന്ന ഒത്തന്റിക് വേർഷൻ ഓഫ് മഹാഭാരതത്തിൽ ജയദ്രഥന്റെ തല പൂർണ്ണമായും മൊട്ടയടിച്ച് താടിയും മീശയും പകുതി വടിച്ചിട്ടാണ് ഭീമനും അർജുനനും കൂടി നമ്മുടെ ജയദ്രഥനെ തിരിച്ച് അവരുടെ ആ ഒരു സൈന്യത്തിലേക്ക് വിടുന്നത്. എങ്ങനെയാണ് വിടുന്നതെന്നറിയാവോ? ജയദ്രഥന്റെ സ്വന്തം രഥത്തിൽ കെട്ടിയിട്ട്, അതായത് ആ രഥത്തിൽ കെട്ടിയിട്ട് മൊട്ടയടിപ്പിച്ച് പകുതി താടിയും പകുതി മീശയും എടുത്തിട്ടാണ് അർജുനനും ഭീമനും കൂടെ ജയദ്രഥനെ കളിയാക്കി വിടുന്നത്. ഒരു വലിയൊരു ഹ്യൂമിലിയേഷൻ തന്നെയായിരുന്നു ജയദ്രഥൻ അന്ന് നേരിട്ടത്. അതുകൂടാതെ തന്നെ അന്ന് അവിടെ വെച്ച് പാണ്ഡവരുടെ അടിമയായിക്കൊള്ളുവാൻ നീ സമ്മതമാണോ എന്ന് ഭീമൻ ചോദിക്കുന്ന കുറച്ച് സെൻറ്റൻസ് ആൻഡ് രംഗങ്ങളും ഇതിലുണ്ട്. എന്നിരുന്നാലും ആ ഒരു ടൈമിൽ ജയദ്രഥന് സ്വന്തം ജീവൻ തന്നെയായിരുന്നു അത്യന്താപേക്ഷികം. സോ നമ്മുടെ ജയദ്രഥൻ എല്ലാം സമ്മതിച്ച് നാണം കെട്ട് ഇങ്ങനെ ആ ഒരു രഥത്തിൽ കെട്ടിയിടപ്പെട്ട് തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ, തൻ്റെ പടയാളികൾക്ക് മുമ്പിൽ രാജാവ് ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ്. ഈ ഒരു അപമാനം ഒരിക്കലും ജയദ്രഥന് സഹിക്കാനാവുന്നതല്ലായിരുന്നു. ജയദ്രഥൻ അന്ന് തന്നെ കഠോരമായ ആ ഒരു തപസ് ആരംഭിക്കുകയാണ്. തപസ് ചെയ്യുന്നത് സാക്ഷാൽ പരമേശ്വരനായ മഹാദേവനെ പ്രീതിപ്പെടുത്തി തൻ്റെ ഒരു ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടി മാത്രമാണ്. ആ ഒരു ഒറ്റ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവരുടെ ഉന്മൂലന നാശം തന്നെയായിരുന്നു. ഒരിക്കലെങ്കിലും പഞ്ചപാണ്ഡവരെ അവന് ഡിഫീറ്റ് ചെയ്യണം, അവന് തോൽപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് പരമേശ്വരനായ മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പിച്ചെടുക്കുവാൻ ജയദ്രഥൻ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ജയദ്രഥൻ്റെ തപസ് കണ്ടിട്ട് മഹാദേവൻ പ്രത്യക്ഷനാവുകയും തനിക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ട് നമ്മുടെ ജയദ്രഥൻ പറയുന്നുണ്ട്, എനിക്ക് പഞ്ചപാണ്ഡവരെ തോൽപ്പിക്കണം, എനിക്ക് അവരെ വധിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജയദ്രഥനോട് മഹാദേവൻ പറയുന്ന വാക്കുകൾ ഇതാണ്: യു cannot defeat all the Pandavas. That is impossible. Their fate is divinely ordained. Even the gods cannot alter it. ദേവന്മാർ വിചാരിച്ചാൽ പോലും പഞ്ചപാണ്ഡവരെ തോൽപ്പിക്കുക എന്നത് അസാധ്യമാണ്. അവരുടെ വിധി നിശ്ചയിച്ചിട്ടുള്ളതാണ്, അത് ലിഖിതമായിട്ടുള്ളതാണ്, അതിനൊരു മാറ്റവുമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് മഹാദേവൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്: On one day of the war, you will be able to hold back the Pandava brothers all except Arjuna. അതെ, എന്നിരുന്നാലും നിന്റെ ഈ കഠിന തപസ്സിൽ
നാം പ്രീതനായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ ഒരു ദിവസം പഞ്ചപാണ്ഡവരിൽ 4 പേരെ നിനക്ക് തടയുവാൻ സാധിക്കും. അർജുനൻ ഒഴികെയുള്ള 4 പേരെ. ഇതിൽ എന്തുകൊണ്ട് അർജുനനെ മാത്രം മഹാദേവൻ മാറ്റി നിർത്തി എന്ന ചോദ്യത്തിന് പല രീതിയിലുള്ള ആൻസർ പല വിവർത്തനങ്ങളിൽ നിന്നുമാണ് കിട്ടുന്നത്. ഒരുപക്ഷം ആൾക്കാർ പറയുന്നത് കിരാത അർജുന യുദ്ധത്തിൽ, അതായത് നമുക്കറിയാലോ ആ വനവാസ കാലഘട്ടത്തിൽ നമ്മുടെ അർജുനൻ സാക്ഷാൽ മഹേശ്വരനായ ഈ മഹാദേവനെയാണ് തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി മഹാപാശുപതാസ്ത്രം എന്ന് പറയുന്ന മഹാഭാരത യുദ്ധം കണ്ടതിൽ ഏറ്റവും വലിയ അസ്ത്രമായിട്ടുള്ള മഹാപാശുപതം കൈക്കലാക്കുന്നത്. ആ ഒരു വേളയിൽ, അതായത് സാക്ഷാൽ മഹാദേവനോട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ യുദ്ധം ചെയ്യുകയാണ് അർജുനൻ. ആ ഒരു യുദ്ധത്തിൽ കംപ്ലീറ്റ്ലി ഇംപ്രസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മഹാദേവൻ ഇങ്ങനെയാണ് അർജുനനോട് പറയുന്നത്: യു ആർ ദ ഫോർമോസ്റ്റ് അമംഗ് വാരിയേഴ്സ്, യു ആർ ഡെസ്റ്റിൻഡ് ടു റീസ്റ്റോർ ധർമ്മ, നോ വൺ വിൽ എവർ ഏബിൾ ടു ഡിഫീറ്റ് യു ഇൻ എ ബാറ്റിൽ എന്നാണ് മഹാദേവൻ പറയുന്നത്. അതായത് എന്താ പറയുന്നത്, ഇന്നത്തെ മോഡേൺ ഭാഷയിൽ പറയുകയാണെങ്കിൽ യുദ്ധങ്ങളുടെ ഫൈനൽ ബോസ് എന്ന് പറയുകയാണ്, നിന്നെ ഒരിക്കലും ആരും യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയില്ല, നീ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് ദേവന്മാരുടെ പോലും ദേവനായിട്ടുള്ള മഹാദേവൻ തന്നെ നേരിട്ടിങ്ങനെ പറയുമ്പോൾ ജയദ്രഥൻ എങ്ങനെയാണ് അർജുനനെ പരാജയപ്പെടുത്താൻ പറ്റുന്നത്? മറുപക്ഷം ആൾക്കാർ പറയുന്നത് അർജുനൻ ചോസൻ വണ്ണായിരുന്നതെന്നാണ്. അതായത് അർജുനന്റെ കൂടെയുള്ളത് പരബ്രഹ്മമായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമിയാണ്. അദ്ദേഹം കൂടെയുള്ളപ്പോൾ എങ്ങനെ അർജുനനെ പരാജയപ്പെടുത്തുമെന്നാണ് ഒരു പക്ഷം ആൾക്കാർ പറയുന്നത്. എന്നാൽ മറ്റൊരു പക്ഷമുണ്ട്, അർജുനനെ എങ്ങനെ പരാജയപ്പെടുത്തും? അർജുനന് അനുഗ്രഹങ്ങൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മഹാദേവന്റെ കയ്യിൽ നിന്ന് പാശുപതാസ്ത്രം, ഇന്ദ്രദേവന്റെ കയ്യിൽ നിന്ന് വജ്രം ഉൾപ്പെടെയുള്ള കുറെ അസ്ത്രങ്ങൾ, അഗ്നിദേവന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം എന്ന് പറയുന്ന നിസാരമായ ഒരു ധനുസല്ല എന്ന് ഓർക്കണം. 4-മതായി പറയുന്നത് വരുണദേവന്റെ കയ്യിൽ നിന്ന് അമ്പൊഴിയാത്ത ആവനാഴിയും കിട്ടിയിട്ടുണ്ട് നമ്മുടെ അർജുനനെ. ഇങ്ങനെയുള്ള ഒരു യോദ്ധാവിനെ എങ്ങനെ ജയദ്രഥൻ പരാജയപ്പെടുത്തും? എന്നാൽ ഇതിലൊന്നും പെടാതെ വേറൊരു പക്ഷക്കാർ ഒരു കാര്യം പറയുന്നുണ്ട്: മഹാദേവൻ മനഃപൂർവ്വം ജയദ്രഥന് അർജുനനെ കൊടുക്കാതിരുന്നതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയദ്രഥൻ ആഗ്രഹിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതികാര ബുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു തരത്തിൽ തപസ്സായിരുന്നു. അതൊരിക്കലും ധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന അല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് അറിയിപ്പിക്കുവാൻ വേണ്ടി, തൻ്റെ പ്രതികാര ചിന്ത തന്നെ ഒരിടത്തും എത്തിക്കുകയില്ലെന്ന് അറിയിക്കുവാൻ വേണ്ടി മഹാദേവൻ മനഃപൂർവ്വം അർജുനനെ വധിക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതാണെന്നും പറഞ്ഞ് കുറെ പക്ഷക്കാരുണ്ട്. എന്നിരുന്നാലും പഞ്ചപാണ്ഡവരിൽ ആ ബാക്കിയുള്ള 4 പേരെ, യുധിഷ്ഠിരൻ, ഭീമസേനൻ, നകുലൻ, സഹദേവൻ, ഈ 4 പേരെയും ഒരു ദിവസത്തേക്ക് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യാനുള്ള കഴിവ് മഹാദേവൻ ജയദ്രഥന് കൊടുക്കുകയാണ്. ഈ ഒരു വരവുമായിട്ടാണ് യുദ്ധത്തിന്റെ 13-ാം ദിവസം ജയദ്രഥൻ കളത്തിറങ്ങുന്നത്. അത് ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്: ദ്രോണാചാര്യരോട് ദുര്യോധനൻ ദേഷ്യപ്പെടുകയുണ്ടായി. ഇന്നേ വരെ ഒരു പാണ്ഡുവിൻ്റെ പുത്രനെയും അങ്ങ് വധിച്ചിട്ടില്ല, നാളെയും ഇതേപോലെ തന്നെയാണോ ആവർത്തിക്കുവാൻ ഭാവമെന്ന് കുറെ പരുക്ഷ വാക്കുകൾ നമ്മുടെ ദ്രോണരോട് ദുര്യോധനൻ പറയുകയുണ്ടായി. അപ്പോൾ ദ്രോണാചാര്യർ പറയുന്നൊരു വാക്യമുണ്ട്: യുധിഷ്ഠിരനെ സഹായിക്കുവാൻ അർജുനനുള്ളത്രോ നാൾ എനിക്ക് യുധിഷ്ഠിരനെ തൊടുവാനാകുകയില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അർജുനനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഇങ്ങനെയാണ് ദ്രോണാചാര്യർ ദുര്യോധനോട് പറയുന്നത്. അതായത് അർജുനുമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് അർജുനനെ വിജയിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അർജുനനെ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 4 പാണ്ഡവരെയും എനിക്ക് തടവിലാക്കുവാൻ അല്ലെങ്കിൽ തോൽപ്പിക്കുവാൻ കഴിയുമെന്നാണ് ദ്രോണാചാര്യർ പറയുന്നത്. ഇത് കേട്ടിട്ട് ദുര്യോധനനും ശകുനിയും കർണനും കൂടെ ചേർന്ന് ആലോചിച്ച് അർജുനനെ യുദ്ധത്തിന്റെ വേറൊരു വശത്തേക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എടുത്തു പറയുകയാണെങ്കിൽ സംശക്തന്മാർ എന്ന് പറയുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറേ ഒരു മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ മെമ്പേഴ്സിനെ സ്പെസിഫിക്കലി ഡേ 13 യുദ്ധത്തിന്റെ 13-ാം ദിവസം അർജുനനെ ഫോക്കസ് ചെയ്യാൻ പറയുകയാണ്. ആ ഒരു ദിവസം അർജുനൻ സംശക്തന്മാരെ നേരിടുമ്പോൾ ഈ ഒരു ടൈമിൽ യുധിഷ്ഠിരനെ നമുക്ക് ദ്രോണർക്ക് കീഴടക്കുവാൻ സാധിക്കും. സോ ഈ ഒരു പ്ലാൻ പ്രകാരം അർജുനനെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തി ദ്രോണർക്ക് പഞ്ചപാണ്ഡവരിൽ ബാക്കിയുള്ള 4 പേരെയും കീഴടക്കുവാൻ വേണ്ടി പ്രയോഗിച്ച ആ ഒരു പ്ലാനിൻ്റെ പേരാണ് ചക്രവ്യൂഹം. സോ ഈ ഒരു വ്യൂഹം ഭേദിക്കുവാൻ അർജുനന് മാത്രമേ അറിയൂ എന്ന് നമ്മുടെ ദ്രോണാചാര്യർക്കറിയാം. അതുകൊണ്ട് തന്നെ ഭീമനാലും യുധിഷ്ഠിരനാലും നകുലനാലും സഹദേവനാലും ഇത് ഭേദിക്കാൻ കഴിയില്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ അന്ന് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു മാസ് എൻട്രി ഉണ്ടല്ലോ, ഒരു 16 വയസ്സുകാരൻ മഹാരഥൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് കയറിയ ഒരു ഒറ്റയാൻ പോലെ യുദ്ധത്തിൽ നിന്ന് പോരാടിയ 6 to 7 മഹാരഥന്മാരോട് ഒരുമിച്ച്
പോരാടിയ, എന്തിനേറെ പറയുന്നു, മഹാരഥന്മാരിൽ മഹാരഥനായിട്ടുള്ള അംഗരാജൻ വൈകർത്തനൻ കർണൻ പിന്നിൽ നിന്ന് അമ്പെയ്ത് വില്ലുമുറിച്ച ആ ഒരു യോദ്ധാവിൻ്റെ കടന്നുവരവ്, അതെ, ഗാന്ധിവതാരിയായ അർജുനന്റെ പുത്രൻ അഭിമന്യുവിൻ്റെ കടന്നുവരവ് ഈ ഒരു സമയത്താണ്. ചക്രവ്യൂഹം ഭേദിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൗരവരിലെ മുച്ചൂട് മുടിക്കുവാൻ ദൃഢപ്രതിജ്ഞയെടുത്ത ഒരു ഒറ്റയാനെ പോലെ കയറി വരുന്ന അഭിമന്യുവിനെ തടഞ്ഞുകൊണ്ട് 6 മഹാരഥന്മാർ നോക്കി നിൽക്കെ ആ ഒരു ടൈമിൽ ബാക്കിയുള്ള 4 പഞ്ചപാണ്ഡവരെയും തടയുവാൻ വേണ്ടി ഉപയോഗിച്ച മാസ്റ്റർ മൈൻഡ് ആയുധം വജ്രായുധം ജയദ്രഥനായിരുന്നു. ശകുനിമാമൻ കറക്റ്റ് ടൈമിൽ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ഒരേ ഒരു ദിവസം മാത്രമേ പഞ്ചപാണ്ഡവരിലെ 4 പേരെ, അതായത് അന്നും മഹാദേവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അർജുനെ ഒഴികെയുള്ള 4 പേരെയും ഒരു ദിവസത്തേക്ക് തടഞ്ഞു നിർത്തുവാൻ നിന്നെ കൊണ്ട് ആവുമെന്നായിരുന്നു വരം. സോ ഈ ഒരു വരം ഈ ഒരു ടൈമിൽ പ്രയോഗിക്കണമെന്ന് പറയുന്നത് ശകുനിമാമനാണ്. ശകുനി ഇങ്ങനെയെന്ന് പറയുകയും ജയദ്രഥൻ അത് കറക്റ്റ് ടൈമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കാരണം ഈ ഒരു ടൈമിൽ അർജുനൻ കൂടിയില്ല. അതേസമയം ഭീമനോടാണ് അടങ്ങാത്ത പകയുമാണുള്ളത്. ആ ഒരു ടൈമിൽ, അതായത് യുദ്ധത്തിൻ്റെ 13-ാം ദിവസം ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും ഭീമനെയാണ് നമ്മുടെ ജയദ്രഥൻ. യുധിഷ്ഠിരനെയും നകുലനെയും സഹദേവനെയും കുറേ പിടിച്ചടക്കുന്നുണ്ടെങ്കിലും തടയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹ്യൂമിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നാണം കെടുത്തുവാൻ നോക്കുന്ന ഭീമസേനനെയാണ്. കാരണം ഈ ഭീമസേനായിരുന്നു അന്ന് കുറേ പരീക്ഷ വാക്കുകളാക്കി ജയദ്രഥനോട് പറഞ്ഞു തരുന്നത്. സോ ഭീമസേനെ സത്യം പറഞ്ഞാൽ ഒന്നുമല്ല, ആകെ ഒരു വണ്ടടിച്ച ഒരു നിലയിലായിരുന്നു ഭീമസേന. വേദനയൊന്നും എടുക്കുന്നില്ല. ബട്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇവൻ എങ്ങനെയാണ് എന്നെ തടയുവാനുള്ള ഒരു ശക്തി എന്നുള്ള രീതിയിൽ ഒരു പക്ക വണ്ടടിച്ച് നിൽക്കുക മാത്രമാണ് ഭീമസേനൻ ചെയ്തത്. ഭീമസേനൻ എന്നിട്ട് കീപ്പ് ഓൺ ട്രൈയിങ് എന്ന് തന്നെ പറയാൻ. സോ അങ്ങനെയിരിക്കെ പഞ്ചപാണ്ഡവരിൽ 4 പേരെ, യുധിഷ്ഠിരൻ, ഭീമസേനൻ, നകുലൻ, സഹദേവൻ, ഇവരെ 4 പേരെയും ഒറ്റയ്ക്ക് നമ്മുടെ ജയദ്രഥൻ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. ജയദ്രഥൻ ബ്ലോക്ക് ചെയ്യുന്നതോടുകൂടി അഭിമന്യു ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുകയും യുധിഷ്ഠിരനായിരുന്നു ഇവരുടെ മെയിൻ ടാർഗറ്റ് എങ്കിലും ഭീമസേനടുത്തുള്ളപ്പോൾ യുധിഷ്ഠിരനെ തൊടുക പോലും ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലാവും. സോ കിട്ടിയ രീതിയിൽ ഏറ്റവും ഒരു ഒന്നൊന്നര വിക്ടിം തന്നെയായിരുന്നു അഭിമന്യു. കാരണം അഭിമന്യു വരുത്തി വെച്ച നാശനഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. 16 വയസ്സുണ്ടെന്ന് പറഞ്ഞാലും ചേക്കൻ കയറി അങ്ങോട്ട് എന്നെ അലക്കുകയായിരുന്നു കൗരവരെ എന്ന് തന്നെ പറയാം. സോ ഈ അഭിമന്യു കിട്ടിയ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കൗരവ പ്രമാണികളെല്ലാം, എസ്പെഷ്യലി ദുര്യോധനൻ, കർണൻ, അശ്വത്ഥാമാവ്. ദ്രോണാചാര്യരുടെ തല താഴ്ത്തിരുന്നു എന്നാണ് ബോഡി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത്. സോ 5-6 മഹാരാജന്മാർ ചേർന്ന് അഭിമന്യുവിനെ വധിക്കുകയാണ്. ഇത് കേട്ടിട്ട് അട്ടഹസിക്കുകയാണ് ദുര്യോധനനും ജയദ്രഥനും അശ്വത്ഥാമാവും കർണനും. ഈ 4 പേരുടെ അട്ടഹാസം കേട്ടിട്ട് ഭയങ്കര പ്രതികാരാഗ്നിയോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ 4 പാണ്ഡവർക്കും കഴിഞ്ഞുള്ളൂ. ഇതേ ടൈമിൽ യുദ്ധത്തിൻ്റെ വേറൊരു വശത്ത് അർജുനനും കൃഷ്ണനും കൂടി സംശക്തന്മാരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം മഹാരഥനായിട്ടുള്ള അഭിമന്യു വീരമൃത്യു പ്രാപിക്കുകയാണ്. സോ ഇതെല്ലാം കഴിഞ്ഞ് ശിബിരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അർജുനൻ തൻ്റെ ജ്യേഷ്ഠന്മാരോട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ ഒരു ആഹ്ലാദമൊന്നുമില്ലാത്തത്, ഞാൻ സംശക്തന്മാരെ തോൽപ്പിച്ചിട്ട് വരികയാണ്, ആരുടെയും ചിരിയും അട്ടഹാസവും ഒന്നും കേൾക്കുന്നില്ലല്ലോ, അഭിമന്യു എവിടെ? എന്നെ അല്ലെങ്കിൽ വന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ വീരഗാഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന അഭിമന്യുവിനെ കാണുവാനുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ ശിബിരത്തിലേക്ക് വരികയാണ്. ഈ ഒരു ടൈമിലാണ് അർജുനൻ അറിയുന്നത് അഭിമന്യുവിനെ വധിച്ചുവെന്നും അഭിമന്യുവിൻ്റെ മരണമാണ് ഈ ഒരു ശിബിരത്തിന് ഇന്ന് മൂഢത പാകിയിരിക്കുന്നുവെന്നും. ഇതറിഞ്ഞ അർജുനൻ ഭയങ്കര രീതിയിൽ രോക്ഷാകുലനായെന്ന് തന്നെ പറയാം. അർജുനൻ്റെ ഒരു മാസ് എൻട്രി തന്നെയാണ് പിറ്റേ ദിവസം. സോ ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അർജുനൻ്റെ മാസ് പ്രകടനങ്ങളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ജയദ്രഥനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രം പറയുന്നതായിരിക്കും. സോ ഇതെല്ലാം അറിഞ്ഞ അർജുനൻ ആദ്യം ചോദിക്കുന്നത്, ജ്യേഷ്ഠ, ആരായിരുന്നു, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എൻ്റെ അഭിമന്യു മരിച്ചത് എന്നായിരുന്നു. അഭിമന്യുവിനെ വധിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ സമ്മതം കൊടുക്കേണ്ടി വന്നു എന്നായിരുന്നു അർജുനൻ അറിയേണ്ടിയിരുന്നത്. കാരണം ഭീമനെ പോലെയുള്ള ഒരു ജ്യേഷ്ഠനാണ് അർജുനനുള്ളത്. എങ്ങനെയാണ് ഭീമസേനെ തോൽപ്പിച്ചതെന്നാണ് അർജുനനും ആലോചിക്കുന്നത്. ആ ഒരു ടൈമിൽ അർജുനൻ കുറേ പരീക്ഷ വാക്കുകൾ ജ്യേഷ്ഠന്മാരോടും പറയുന്നുണ്ട്. എന്നാണേലും നമ്മുടെ യുധിഷ്ഠിരൻ കാര്യം വന്ന് അർജുനനോട് പറയുന്നുണ്ട്. ജയദ്രഥന് ഒരു വരം ലഭിക്കുകയുണ്ടായി. അർജുന, നിന്റെ മകനെ രക്ഷിക്കുവാൻ ഞങ്ങൾ ആവുന്നത്ര നോക്കി, എന്നാൽ ഞങ്ങൾക്ക് തടസ്സമായിട്ട് ഒരു മഹാരഥനുണ്ടായിരുന്നു. അർജുനൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, സിന്ധുരാജൻ ജയദ്രഥൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ അർജുനന് ഭയങ്കര അധികം ദേഷ്യമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് അർജുനൻ തന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ജയദ്രഥനോ, ഞാനും ഭീമൻ ജ്യേഷ്ഠനും കൂടിയാണ് അവൻ്റെ ജീവിതം അന്ന് ഭിക്ഷയായി കൊടുത്തതെന്നൊക്കെ അർജുനൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും അർജുനൻ അവിടെ വെച്ചൊരു ശബ്ദം എടുക്കുന്നുണ്ട്. നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ്
എൻ്റെ മകനായ അഭിമന്യുവിനെ വധിച്ച ജയദ്രഥനെ ഞാൻ വധിച്ചില്ല എങ്കിൽ എൻ്റെ സ്വന്തം ഗാണ്ഡീവത്തിൽ തൊട്ടിതാ ഞാൻ സത്യം ചെയ്യുന്നു, നാളെ ഞാൻ ആത്മാഹൂതി ചെയ്തിരിക്കുമെന്ന്. ഈ ഒരു കഠോരമായ പ്രതിജ്ഞ കേട്ടിട്ട് പഞ്ചപാണ്ഡവർ വരെ ഞെട്ടിപ്പോയി. കാരണം അർജുനൻ പോയ അവരുടെ വജ്രായുധം തീർന്നു എന്ന് തന്നെ പറയാം. ഇത് കേട്ട് കൗരവർ ഒരു സൈഡിൽ ശകുനി മാമൻ നിന്ന് സന്തോഷിക്കുകയാണ്. കാരണം അർജുനൻ പോയാൽ ഏറ്റവും നല്ലത്. പക്ഷെ ശകുനിയുടെ മെയിൻ പ്ലാൻ ഇപ്പോൾ ജയദ്രഥനെ എങ്ങനെയും ഒളിപ്പിക്കുക എന്നുള്ളതാണ്. യുദ്ധം ജയിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രയോറിറ്റിയായി ശകുനിക്ക് മാറിക്കഴിഞ്ഞു. യുദ്ധം ജയിക്കണമെങ്കിൽ അർജുനൻ എങ്ങനെയും മരിക്കണം. അർജുനൻ മരിക്കണമെങ്കിൽ അർജുനൻ തന്നെ വിചാരിക്കണം എന്നുള്ളതിനൊരു സ്പഷ്ടമായ തെളിവ് തന്നെയാണ് ശകുനി അന്ന് ജയദ്രഥനെ ഒളിപ്പിച്ചു വെച്ചത്. സോ യുദ്ധത്തിൻ്റെ 14-ാം ദിവസത്തിലെ മാസ് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അന്ന് അർജുനൻ ആദ്യം നേരിടേണ്ടി വന്നത് ദ്രോണാചാര്യരെയാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കൗരവ നേതാക്കന്മാരെയും സേനാ നായകന്മാരെയും അർജുനൻ നേരിട്ട് ജയദ്രഥൻ്റെ അടുത്ത് എത്തുകയാണ്. ജയദ്രഥനെ ഒളിപ്പിച്ചു വെക്കുവാൻ ശകുനി ചെയ്ത എല്ലാ കാര്യങ്ങളും വിജയിച്ചു എന്ന് തന്നെ ഒരു തരത്തിൽ വേണമെങ്കിൽ പറയാം. അതായത് കുറേ അക്ഷോഹിണികളെയും കുറേ സേനാനായകന്മാരെയും വിജയിച്ചു വന്ന അർജുനൻ്റെ മുമ്പിൽ 6 മഹാരഥന്മാരിങ്ങനെ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ആ ഒരു ടൈമിൽ കൃഷ്ണന് മനസ്സിലായി ഈ യുദ്ധത്തിൽ അർജുനൻ നിശ്ചയമായും വിജയിക്കും. എന്നാൽ അർജുനൻ ടൈം എടുക്കും. അതായത് അർജുനൻ പറഞ്ഞ ആ ഒരു ടൈമിനുള്ളിൽ, സമയത്തിനുള്ളിൽ അർജുനന് ആ ഒരു പ്രതിജ്ഞ പാലിക്കണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തേ പറ്റൂ. അതായത് മുമ്പിൽ ഫുള്ള് നിൽക്കുന്ന നമ്പർ 1 യോദ്ധാക്കളാണ്. ഒന്നാമത്തെ ദ്രോണാചാര്യൻ, കർണൻ, അശ്വത്ഥാമാവ്, ഇവരെല്ലാം അർജുനന് വിജയിക്കാനാവും. എന്നാൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം തറലി അർജുനനാണെങ്കിൽ കംപ്ലീറ്റ്ലി യുദ്ധം ചെയ്തു, റൂത്ത്ലെസ് ആയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ അർജുനന് ഈ ഒരു ടൈമിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധി പ്രയോഗിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി മനസ്സിലാക്കുകയും തൻ്റെ സുദർശന ചക്രം കൊണ്ട് അവിടെ സൂര്യൻ അസ്തമിപ്പിക്കുന്ന തരത്തിൽ സൂര്യനെ മൂടുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വാമി ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ എല്ലാവരും തന്നെ പെട്ടെന്ന് ആഹ്ലാദിക്കുകയാണ് കൗരവ സൈഡിലുള്ളവരെ. കാരണം അർജുനൻ പ്രതിജ്ഞയിൽ തോറ്റു. അർജുനൻ സ്വന്തമായിട്ട് ആത്മാഹൂതി ചെയ്യുവാൻ ഇങ്ങനെ പോവുകയാണ്. അർജുനൻ ഇങ്ങനെ എല്ലാ രീതിയിലും തോറ്റു നിൽക്കുകയാണ്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒന്നൊന്നര തോൽവി എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് തന്നെ അറിയാലോ, ഇതുവരെ തോറ്റിട്ടില്ലാത്ത ഒരാൾ എല്ലാവരുടെ മുമ്പിൽ തോക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ച് സമയത്തേക്ക് കൗരവർക്ക് കിട്ടി. എന്നിരുന്നാലും അവിടെ കർണൻ മാത്രം ചിരിച്ചിട്ടില്ല. കാരണം കർണൻ അവിടെ മിസ്സായത് അർജുനുമായിട്ടുള്ള ഒരു ഡ്യുവൽ തന്നെയായിരുന്നു. എന്നാണെങ്കിലും ആ ഒരു ടൈമിൽ അർജുനൻ ഇങ്ങനെ ആ ഒരു ചിതയുടെ അടുക്കിലേക്ക് പോവുകയാണ്, സ്വന്തമായി തീയിൽ ചാടി ആത്മാഹൂതി അർപ്പിക്കുവാൻ വേണ്ടി. ഈ ഒരു എക്സാക്റ്റ് സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമിയുടെ ആ ഒരു പ്ലാനിങ് പ്രകാരം ജയദ്രഥൻ ഇറങ്ങി വരികയാണ്. അട്ടഹസിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് ശിബിരത്തിൽ നിന്ന്. അതായത് കുറേ അക്ഷൗണികളുടെ നടുക്ക് മഹാരഥന്മാരാൽ സറൗണ്ട് ചെയ്യപ്പെട്ട് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ, അന്ന് ദുര്യോധനന് പോലും കിട്ടാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് ജയദ്രഥന് കൊടുത്തിരുന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ്റെ നടുവിൽ നിന്ന് ജയദ്രഥൻ അട്ടഹസിച്ചുകൊണ്ട് അർജുനൻ്റെ നേരെ വരികയാണ്. കാരണം ജയദ്രഥൻ നോക്കുമ്പോൾ എന്താ, മഹാദേവൻ പോലും പറഞ്ഞു അർജുനനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ലെന്ന്. പഞ്ചപാണ്ഡവരിൽ 4 പേരെയും ഒരു ദിവസത്തേക്ക് നമ്മുടെ ജയദ്രഥൻ തോൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ അർജുനനെ മാത്രമേ കിട്ടാനിരുന്നുള്ളൂ. ഇതാണ്ടിപ്പം അർജുനൻ സ്വന്തമായിട്ട് തൻ്റെ കൺമുമ്പിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ആത്മാഹൂതി ചെയ്യുവാൻ അർപ്പിക്കുവാൻ വരുന്നു. സോ ജയദ്രഥൻ സ്വന്തമായിട്ട് പുറത്തു വന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി തൻ്റെ സുദർശന ചക്രം പിൻവലിക്കുകയാണ്. അവിടെ നിന്ന് ആ പിൻവലി ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഒരു പേടി നമ്മുടെ ജയദ്രഥൻ്റെ മുഖത്തിങ്ങനെ പറയുന്നുണ്ട്. അത് മഹാഭാരതത്തിൽ വർണ്ണിക്കുന്ന കുറച്ച് ലൈൻസ് തന്നെയുണ്ട്. അത് എല്ലാവരുടെ റിയാക്ഷൻ അതിനകത്ത് പറയുന്നുണ്ട്. ശകുനി മാമൻ്റെയും ദുര്യോധനൻ്റെയും അംഗരാജാവായ കർണൻ്റെയും മഹാരഥനായിട്ടുള്ള ദ്രോണാചാര്യരുടെയും പഞ്ചപാണ്ഡവരുടെ എടുത്ത് യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ എല്ലാവരുടെയും റിയാക്ഷൻസ് അപ്പോൾ കാണുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമിയുടെ ഓരോ ലീലകൾ കണ്ട് അർജുനൻ പോലും ചെറുതായിട്ട് മന്ദഹസിക്കുന്നുണ്ട്. മഹാഭാരതം എടുത്ത് പറയുന്നത് ഓരോരോ ആൾക്കാർ എന്തൊക്കെയാണ് അഭിമന്യുവിൻ്റെ മരണത്തിൻ്റെ ദിവസം പറഞ്ഞതെന്നുള്ള കുറച്ച് കോട്ട്സാണ്. എടുത്തു പറയുകയാണെങ്കിൽ മഹാരഥനായിട്ടുള്ള ഭീമസേനൻ പറയുന്നത് ഇങ്ങനെയാണ്: I shall break the spine of every one of those cowards, but let Arjun have Jayadratha. Let him burn the sky if needed, but the fiend will not see another day. അതായത് എനിക്ക് ആ ഉള്ള എല്ലാ നട്ടലില്ലാത്തവന്മാരെയും കൊല്ലണമെന്നുണ്ട്, ബട്ട് ജയദ്രഥനെ അർജുനൻ തന്നെ കൈകാര്യം ചെയ്യട്ടെ. അവൻ അതിനു വേണ്ടി മേഘങ്ങളെ പോലും ഭസ്മമാക്കിക്കോട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. എന്നാണെങ്കിലും അവൻ അടുത്തൊരു സൂര്യോദയം കാണരുത്. ഇത് ഭീമസേനൻ ജയദ്രഥനെ പറ്റി പറയുന്നതാണ്. യുധിഷ്ഠിരൻ അപ്പോൾ മനസ്സിൽ ആലോചിക്കുന്നതെന്ന് മഹാഭാരതം വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്:
അർജുനൻ തോറ്റുകൂടാ. അർജുനന്റെ തോൽവി സംഭവ്യമായ യുദ്ധത്തിന്റെ ആത്മാവ് തന്നെ മരിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അർജുനൻ ജയിക്കും, അതെനിക്ക് ഉറപ്പാണെന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. സഹദേവനും നകുലനും ഒരുമിച്ച് പറയുന്ന കാര്യങ്ങൾ മഹാഭാരതം വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഭൂമിയുടെ എവിടെ വേണമെങ്കിലും പോയി ജയദ്രഥൻ ഒളിച്ചോട്ടെ, ഏത് ദേവന്മാരുടെ പിൻബലത്തിലും അവൻ ഒളിച്ചോട്ടെ, എന്നിരുന്നാലും ഗാണ്ഡീവത്തിന്റെ ഞാണൊലി കേൾക്കുമ്പോൾ അവൻ തന്നെ മുട്ടുമടങ്ങി സാഷ്ടാംഗം ജ്യേഷ്ഠന്റെ മുന്നിൽ വന്നിരിക്കും. ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ കൃഷ്ണന്റെ ഈ ലീല കണ്ടിട്ടുള്ള പഞ്ചപാണ്ഡവരുടെ മനസ്സിൽ അർജുനനെ കാണുമ്പോൾ ഇവർക്ക് തോന്നുന്ന വികാരങ്ങൾ മഹാഭാരതം വർണ്ണിക്കുന്നത്. സോ നമുക്ക് വായിക്കുമ്പോൾ ആ ഒരു എഫക്റ്റിൽ തന്നെ ഇങ്ങനെ കിട്ടുമെന്ന് സ്പഷ്ടം. സോ അധികം ഒന്നും ടൈം കളയാതെ നമ്മുടെ അർജുനൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് അസ്ത്രമാണ് എടുക്കുന്നത്. കാരണം ഈ ഒരു അസ്ത്രം എയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് കൃഷ്ണൻ അവിടെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി അവിടെ അർജുനനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഒരു ജയദ്രഥന്റെ പിതാവായിട്ടുള്ള വൃദ്ധക്ഷത്രൻ കൊടുത്തിരിക്കുന്ന ആ ഒരു വരദാനത്തെ പറ്റി. അതായത് അവന്റെ ശിരസ് ആര് കാരണമാണ് ഭൂമിയിൽ പതിക്കുന്നത് അവനും ഭസ്മമായി പോകും എന്നുള്ള ഒരു വരദാനം. സോ ഈ ഒരു വരം ഒരു തവണ കൂടി അർജുനനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് അർജുനൻ അത് മനസ്സിലാക്കുകയും കുറച്ച് സ്പെഷ്യൽ, അതായത് മഹാഭാരതത്തിൽ പല വിവർത്തനങ്ങളും പല രീതിയിലുമാണ് പറയുന്നത്. കാരണം ഒരു തരത്തിൽ പറയുന്നു ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ഒരു അസ്ത്രം മന്ത്രങ്ങളാൽ, അതായത് വേദിക് മന്ത്രങ്ങളാൽ ആവിഷ്കരിച്ച് ഞാനിൽ നിന്ന് വിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ചിലയിടത്തൊക്കെ സ്പെസിഫിക് ആയിട്ട് ചില അസ്ത്രങ്ങളുടെ പേരും പറയുന്നുണ്ട്. എന്നിരുന്നാലും ഒതന്റിക് ആയിട്ടുള്ള മഹാഭാരതത്തിൽ ഏത് അസ്ത്രമാണ് ഉപയോഗിച്ചത്, അർജുനൻ ജയദ്രഥനെ വധിക്കുവാൻ ഉപയോഗിച്ചതെന്ന് സ്പഷ്ടമായിട്ട് പറയുന്നില്ല. എടുത്തു പറയുന്നത്, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവ്യാസ്ത്രം വേദിക് മന്ത്രങ്ങളാൽ അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് തൊടുക്കുകയുണ്ടായി. അത് കറക്റ്റ് ജയദ്രഥന്റെ ശിരസ് പിളർന്ന്, അവിടെ സ്പെസിഫിക്കലി പറയുന്ന മറ്റൊരു കാര്യം, ഒരു തുള്ളി രക്തം പോലും താഴെ പതിക്കാതെ കറക്റ്റ് ശിരസ് പിളർന്ന് തൻ്റെ അച്ഛനായിട്ടുള്ള വൃത്താക്ഷത്രന്റെ മടിയിൽ പോയി ജയദ്രഥന്റെ ശിരസ് വീണു എന്നാണ് മഹാഭാരതം വർണ്ണിക്കുന്നത്. സോ വനത്തിൽ ധ്യാനനിരതനായിരുന്ന വൃദ്ധാക്ഷത്രൻ തൻ്റെ മകന്റെ ശിരസ് തൻ്റെ മടിയിൽ കിടക്കുന്നത് കണ്ട് ഞെട്ടി എണീക്കുകയും ആ ശിരസ് താൻ മൂലം മടിയിൽ നിന്ന് ആ ഒരു താഴേക്ക് വീഴുകയാൽ, അതായത് നിലത്ത് പതിക്കുകയാൽ ആ ഒരു വരം അദ്ദേഹത്തിന് തന്നെ വിനയായി തീർന്നു. അതായത് അർജുനൻ സ്പെഷ്യൽ ആയിട്ടുള്ള അസ്ത്രത്തൊടുത്തത് നമ്മുടെ വൃദ്ധാക്ഷത്രത്തിന്റെ മടിയിൽ പോയി ജയദ്രഥന്റെ ശിരസ് ഇങ്ങനെ വീണല്ലോ. സോ അച്ഛൻ്റെ മടിയിൽ നിന്നാണ് ആ ഒരു ശിരസ് നിലം പതിക്കുവാൻ ഇടയായത്. സോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം തന്നെ ആ ഒരു ദിവസം തന്നെ ഭസ്മമായി ഇഹലോകവാസം വീടിഞ്ഞു. ഇങ്ങനെയാണ് മഹാരഥനായിട്ടുള്ള ജയദ്രഥന്റെ വധം സംഭവ്യമാവുന്നത്. സോ ഈ കുരുക്ഷേത്ര യുദ്ധം അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനം, അതായത് യുധിഷ്ഠിരൻ്റെ ആ ഒരു അശ്വമേധ യാഗത്തിൻ്റെ ആ ഒരു ടൈമുണ്ട്. ഈ ഒരു ടൈമിൽ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. ഇത് കഴിഞ്ഞ് സിന്ധുരാജ്യത്തിൽ പോകുന്നത് നമ്മുടെ അർജുനനാണ്. അർജുനൻ സിന്ധുരാജ്യത്തിൽ പോകുമ്പോൾ അവിടെ ജയദ്രഥൻ്റെ മകനായിട്ടുള്ള സുരഥനാണ് ഇപ്പോൾ രാജാവായിട്ടുള്ളത്. അവിടെ വെച്ച് സുരഥൻ ഒരിക്കലും തൻ്റെ അച്ഛനെ കൊന്ന അർജുനൻ്റെ ആ ഒരു അലയൻസ് സ്വീകരിക്കുന്നില്ല. അർജുനനോട് ഫൈറ്റ് ചെയ്യുകയാണ് സുരഥൻ ചെയ്യുന്നത്. സുരഥനെയും അർജുനൻ വധിക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് ഓടിക്കരഞ്ഞു വരുന്ന ദുഷ്യളയാണ് അർജുനൻ പിന്നീട് കാണുന്നത്. കൃത്യമായിട്ട് ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ദുഷ്യളയുടെ റെസ്പോൺസ് ഇങ്ങനെയാണ് പറയുന്നത്: "You took away my husband in war. Now you have killed my son. Shall I lose everything? Leave me this child, Arjuna. That's the last of my line." അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുനൻ സുരഥനെയും വധിച്ചു. സുരഥൻ്റെ മകനായിട്ടുള്ള ഒരു കൊച്ചു പയ്യനും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൂടി വധിക്കുവാൻ അർജുനൻ തുനിയുമെന്ന് ഓർത്താണ് ദുഷ്യള ഇങ്ങനെ പറയുന്നത്. എന്നാൽ ദുഷ്യളയുടെ വാക്കിൽ ഭയങ്കര രീതിയിൽ അർജുനൻ ഇമോഷനായി പോകുന്നുണ്ട്. അർജുനൻ അവിടെ വെച്ച് കുറേ കാര്യങ്ങൾ ദുഷ്യളയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും തന്നെ ഒരിക്കലും വേദനിപ്പിക്കണമെന്നുള്ള ഒരു ഇൻറ്റൻഷനും അർജുനൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അർജുനൻ പറയുകയും ചെയ്യുകയുണ്ടായി. എന്നിട്ട് അർജുനൻ സുരഥൻ്റെ മകനായിട്ടുള്ള ആ ഒരു കൊച്ചു മകനെ സിന്ധു രാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുകയും സാമ്രാട്ട് യുധിഷ്ഠിരൻ്റെ കീഴിൽ ഈ ഒരു രാജ്യം വാഴുകയും ചെയ്യുമെന്ന് ഉറപ്പാക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇത്രയുമൊക്കെയാണ് മഹാഭാരതത്തിൽ മഹാരഥനായിട്ടുള്ള ജയദ്രഥനെ പറ്റി നിങ്ങൾ അറിയേണ്ട പ്രധാന വസ്തുതകൾ. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആഡ് ഓൺ ചെയ്തോളൂ. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പിൻ ചെയ്യുന്നതായിരിക്കും. വേറൊരു മഹാഭാരത് ക്യാരക്ടർ അനലൈസർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ശുഭനിദ്ര.